1880-കളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്ന ഈജിപ്തും അന്നത്തെ സാമ്രാജ്യ ശക്തികളായിരുന്ന ബ്രിട്ടനും തമ്മിൽ അതിഘോരമായ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. എന്തുകൊണ്ടും ഈജിപ്തിലെ മുസ്ലിമുകളെക്കാൾ അങ്ങേയറ്റം മുൻപന്തിയിലായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം സായുധപരമായും സൈന്യപരമായും സാമ്പത്തികപരമായും ആയോധന വിദ്യാഭ്യാസപരമായും അങ്ങേയറ്റം മുൻപന്തിയിലായിരുന്ന ബ്രിട്ടീഷ് പട്ടാളം നിഷ്പ്രയാസം മുസ്ലിമുകളായ ഈജിപ്തിലെ പട്ടാളത്തെ നിഷ്പ്രഭരാക്കി കളയാമെന്ന അതിമോഹത്തോടെയാണ് ഈജിപ്തിലേക്ക് പടനയിച്ചെത്തിയത്. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തെ മാത്രമല്ല, ലോകത്തെ മുഴുവനും അതിശയിപ്പിച്ചുകൊണ്ട്, ലോകത്തെ മുഴുവനും അമ്പരിപ്പിച്ചുകൊണ്ട് ശക്തന്മാരായിരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ ഈജിപ്തിലെ മുസ്ലിം പട്ടാളം നിഷ്പ്രയാസം നിഷ്പ്രഭരാക്കിക്കൊണ്ട് നിസ്സാരരായി പരാജയപ്പെടുത്തുന്ന കാഴ്ചയാണ് ലോകത്തിന് കാണാനും അറിയാനും ശ്രമിക്കാനും കഴിഞ്ഞത്. ലോകം മുഴുവനും ചർച്ചയായി ഈജിപ്തിലെ മുസ്ലിമുകൾക്ക് വിജയം നേടിക്കൊടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പരമമായ അപാരമായ ആ ശക്തി ഏതാണ്? ഈജിപ്തിലെ മുസ്ലിമുകൾക്ക് വിജയം നേടിക്കൊടുത്ത ആ മഹാത്ഭുതമേതാണ്? ലോകമെങ്ങാടും ചർച്ചകൾ കൊടുപ്പിനുകൊണ്ടിരിക്കുമ്പോൾ 1800-കളിലെ ബ്രിട്ടീഷ് അധോസഭയിലെ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ ഗ്ലാഡ്സ്റ്റോൺ ഒരു പഠന സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ബ്രിട്ടനിൽ നിന്നും ഈജിപ്തിലേക്ക് യാത്ര ചെയ്യിക്കുകയുണ്ടായി. ദിവസങ്ങളോളം ആ പഠന സംഘം ഈജിപ്തിലെ മുസ്ലിമുകൾക്കിടയിൽ താമസിച്ചുകൊണ്ട് പഠനം നടത്തുകയാണ്. മുസ്ലിമുകൾക്കിടയിൽ താമസിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരം അവർ പഠന വിധേയമാക്കുകയാണ്. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. അവസാനം ആ പഠന സംഘം അവരുടെ റിപ്പോർട്ടുമായി ബ്രിട്ടനിലേക്ക് മടങ്ങി വരികയാണ്. അങ്ങനെ 1888-ൽ ബ്രിട്ടനിലെ അധോസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മിസ്റ്റർ ഗ്ലാഡ്സ്റ്റോൺ ലോകത്തെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഈജിപ്തിലെ മുസ്ലിമുകൾ ബ്രിട്ടീഷ് പട്ടാളത്തെ നിസ്സാരരാക്കി നിഷ്പ്രഭരാക്കിക്കൊണ്ട് പരാജയപ്പെടുത്തിയെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ കൈവശമില്ലാതെ പോയ ഏതെങ്കിലും ആയുധങ്ങൾ മുസ്ലിമുകളായ ഈജിപ്ഷ്യൻ പട്ടാളത്തിന്റെ കൈവശമുണ്ടായിരുന്നതിന്റെ പേരിലല്ല അവരെ നമ്മളെ പരാജയപ്പെടുത്തി കളഞ്ഞത്. നമുക്കറിയാതെ പോയ ഏതെങ്കിലും ആയോധന വിദ്യകൾ ഈജിപ്തിലെ മുസ്ലിമുകൾ പഠിച്ചു വെച്ചതുകൊണ്ടല്ല അവർക്ക് നമ്മെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. നമുക്ക് സഹായം നൽകാതിരുന്ന ഏതെങ്കിലും അയൽ രാജ്യങ്ങൾ ഈജിപ്ഷ്യൻ മുസ്ലിമുകൾക്ക് സഹായം കൊടുത്തതുകൊണ്ടല്ല അവർക്ക് നമ്മെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ലോകത്തെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ട് ബ്രിട്ടനിലെ അധോസഭയിൽ നിന്നുകൊണ്ട് മിസ്റ്റർ ഗ്ലാഡ്സ്റ്റോൺ പ്രഖ്യാപിക്കുകയാണ്, ഈജിപ്ഷ്യൻ മുസ്ലിമുകൾക്ക് നമുക്കെതിരെ വിജയം നേടാൻ സാധിച്ചുവെങ്കിൽ അതിനവർക്ക് പരമമായ സഹായം നൽകിയത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഒരേ ഒരു വസ്തുത മാത്രമാണ്. ഒരു കൈയിൽ ആയുധം പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാട്ടം നയിച്ചുകൊണ്ടുവരുന്ന ഈജിപ്തിലെ മുസ്ലിം സൈനികർ, ഈജിപ്തിലെ മുസ്ലിമുകളായ പട്ടാളക്കാർ ഒരു കൈയിൽ ആയുധമേന്തിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ അവർ മുന്നോട്ട് വരുമ്പോൾ മറുകയിൽ അവർ പിടിച്ചിരുന്നത് പരിചയായിരുന്നില്ല. മറുകയിൽ അവർ പിടിച്ചിരുന്നത് ശരീരത്തെ ആയുധങ്ങളെ തുളയ്ക്കാതിരിക്കാനുള്ള മറ്റേതെങ്കിലും വസ്തുവകകളായിരുന്നില്ല. മറുകയിൽ അവർ പിടിച്ചിരുന്നത് പടച്ചട്ടയായിരുന്നില്ല. മറിച്ചോ അവർ ഒരു കൈ കൊണ്ട് ആയുധം പിടിക്കുമ്പോൾ മറുകയിൽ അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അവരവരുടെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിരുന്നത് അവരുടെ ജീവിതത്തിന്റെ അഖിലെന്തെങ്കിലും മേഖലകളിലും ഈജിപ്തിലെ മുസ്ലിമുകൾക്ക് വഴികാട്ടിയായി വർദ്ധിച്ചിരുന്ന ഈജിപ്തിലെ മുസ്ലിമുകളുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ സർവ്വ മേഖലകൾക്കും അവർക്കൊരു മാർഗദർശിനിയായി അവർ സ്വീകരിച്ചിരുന്ന മുസ്ലിമുകൾ അവരുടെ വേദഗ്രന്ഥമായി വിശ്വസിച്ചു പോരുന്ന അവരുടെ വിശുദ്ധമായ ഖുർആൻ, ആ വിശുദ്ധമായ ഖുർആൻ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ, ആ വിശുദ്ധമായ ഖുർആൻ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ പേരിൽ ഈജിപ്ഷ്യൻ മുസ്ലിമുകൾക്ക് സർവ സന്നാഹങ്ങളോടും കൂടി കടന്നു വന്ന സാമ്രാജ്യത്വത്തിന്റെ വക്താക്കളായിരുന്ന ബ്രിട്ടീഷ് പട്ടാളത്തെ നിഷ്പ്രഭരാക്കി കളയാനും നിസാരാക്കി കളയാനും സാധിച്ചുവെങ്കിൽ വിശുദ്ധമായ ഖുർആന്റെ ഒരു ഇംഗ്ലീഷ് പ്രതിയെടുത്തുകൊണ്ട് 1800
ജനങ്ങളുടെ അധോസഭയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിസ്റ്റർ ഗ്ലാഡ്സ്റ്റോൺ പ്രഖ്യാപിക്കുകയാണ്, as long as the Egyptians got this book with them, എത്രത്തോളം കാലം ഈജിപ്തിലെ മുസ്ലിമുകളുടെ കരങ്ങളിൽ ഈ വിശുദ്ധ ഖുർആൻ എന്ന അത്ഭുതകരമായ ഗ്രന്ഥം കാത്തു സൂക്ഷിക്കപ്പെടുന്നു, അത്രത്തോളം കാലം we will not enjoy peace and quiet in that land. ആ രാജ്യത്തേക്ക് സ്വസ്ഥമായി ഒന്ന് കടക്കുവാനോ, ആ രാജ്യത്തെ നമ്മുടെ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കുവാനോ, ആ രാജ്യത്തുള്ള സർവ്വജനങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ മേൽ നമ്മുടെ ഭരണം നമുക്ക് ഏൽപ്പിക്കുവാനോ നമുക്കെന്നല്ല ലോകത്തൊരു സാമ്രാജ്യ ശക്തികൾക്കും കഴിയില്ല എന്ന് 1800-കളിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും വിശുദ്ധമായ ഖുർആനാണ് മുസ്ലിം ലോകത്തിന്റെ വിജയത്തിന് നിധാനമായി പ്രവർത്തിക്കുന്നത് എന്ന് ഈ ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരു കാലത്ത് മുസ്ലിം ലോകത്തെ വിജയത്തിലേക്ക് നയിച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആനായിരുന്നു മുസ്ലിമുകൾക്ക് വഴികാട്ടിയായി വർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ഇന്ന് മുസ്ലിം ലോകം പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്ക് പോക്കുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, സിറിയയുടെ തെരുവോരങ്ങളിൽ, ഈജിപ്തിന്റെ തെരുവോരങ്ങളിൽ, ലെബനാനിന്റെയും പലസ്തീനിന്റെയും ഇറാഖിന്റെയും അഫ്ഗാനിന്റെയും തെരുവോരങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ സ്വത്തായ പ്രസ്തവിദ്യരായ മുസ്ലിം ചെറുപ്പക്കാർ, നിരപരാധികളായവർ ക്രൂരമായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാം താമസിക്കുന്ന ഇന്ത്യ രാജ്യത്ത് പോലും ആരാധനാലയങ്ങൾ തല്ലി തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം നിരപരാധികളായ ചെറുപ്പക്കാർ ചെയ്ത കുറ്റം എന്താണ് എന്ന് പോലും അറിയാതെ വിചാരണ പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ സ്വത്തായ യൗവനത്തിന്റെ മൂല്യമായ നിമിഷങ്ങൾ പോലും കാരാഗൃഹത്തിലെ ഇരുമ്പടിക്കുള്ളിൽ അവർക്ക് ഹോമിക്കപ്പെടേണ്ടി വരുന്നുവെങ്കിൽ എവിടെയാണ് മുസ്ലിം സമുദായത്തിന് തെറ്റുപറ്റിയത്? എവിടെയാണ് മുസ്ലിം സമുദായം പരാജയം രുചിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം വന്നിരിക്കുന്നത്? ഒരു കാലത്ത് മുസ്ലിം സമുദായത്തെ വിജയത്തിലേക്ക് നയിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായി സമുദായത്തിന് ബന്ധമുണ്ടോ? വിശുദ്ധമായ ഖുർആനുമായി സമുദായത്തിന് ബന്ധമുണ്ടോ? എന്റെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒന്ന് ചിന്തിക്കണം. നമ്മുടെ എല്ലാം വീടുകളിൽ അലമാരയുടെയും ഷെൽഫുകളുടെയും മുകളിൽ മാറാലകൾക്കിടയിൽ പൊടിപടലങ്ങൾക്കിടയിൽ ഉപയോഗിക്കപ്പെടാത്തതിന്റെ പേരിൽ പൊടി പിടിച്ച് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ ബറക്കത്തിനു വേണ്ടി മാത്രം ഒരു വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം എനിക്കും നിങ്ങൾക്കും ഖുർആനുമായിട്ട് ബന്ധമുണ്ടോ? എല്ലാവരുടെയും വീട്ടിൽ ബറക്കത്തിന് വേണ്ടി ഒരു ഖുർആനുണ്ട് എന്നതിനപ്പുറം ഖുർആനുമായി എനിക്കും നിങ്ങൾക്കും ബന്ധമുണ്ടോ? കുടുംബത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, മഹല്ലിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ മാത്രം സ്ഥാനചലനം സംഭവിക്കാൻ വിധിക്കപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിലുമപ്പുറം ഖുർആനുമായി നമുക്കെന്ത് ബന്ധമാ പറയാനുള്ളത്? അതിലുമപ്പുറം മുസ്ലിം സമുദായത്തിന് ഖുർആനുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് മാത്രമല്ല,